നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാഹ് പാടാറില്ല സഹോദരാ, ഈ സദസ്സുകൾ പാടാറില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ പുലരട്ടെ, അവിടുത്തെ മഹബ്ബത്ത് പൂത്തുലയട്ടെ, അവിടത്തേക്ക് നമുക്ക് എല്ലാം സമർപ്പിച്ചു കൊടുക്കാം, അവിടത്തേക്ക് നമുക്ക് എല്ലാം സമർപ്പിച്ചു കൊടുക്കാം. എന്താണ് സമർപ്പിക്കേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ലാ യദ്ഖുലു ബൈത വബരിന വലാ വബരിന ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ഇസ്ലാം. ഈ ലോകത്ത് കാണുന്ന മുറവിളികൾ കാണുമ്പോ, ഇസ്ലാമിനെതിരെയുള്ള പ്രത്യാക്രമണം കാണുമ്പോ ഹൃദയം തളർന്നു പോകേണ്ട ചെറുപ്പക്കാരാ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്. നിങ്ങൾക്കറിയുമോ, അമേരിക്കയിലെ അധികാരത്തിലിരിക്കുന്നത് ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച, ഇസ്ലാമിനെ നഖശിഖാന്തം എതിർക്കുന്ന, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇസ്രായേലീസ് മനസ്സുള്ള ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലിരിക്കുമ്പോ, അമേരിക്കയിലേക്ക് കഴിഞ്ഞ ആഴ്ച നടന്ന തെരഞ്ഞെടുപ്പില് അമേരിക്കയുടെ ചരിത്രത്തിലാദ്യമായിട്ട് 2 മുസ്ലിം വനിതകളാണ് അമേരിക്കൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ, ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിൽ ഇസ്ലാം തകർന്നു എന്ന് പറയുന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കൊട്ടാരത്തിലോ ഒരു കുടിലിലോ, പരിഷ്കൃതമോ അപരിഷ്കൃതമായ ഒരു കൊട്ടാരത്തിലും കുടിലും ഇല്ലാതെ ഈ ഇസ്ലാമിനെ അല്ലാഹു കടത്തിയിട്ടല്ലാതെ ലോകം അവസാനിക്കില്ല. അമേരിക്കയുടെ വൈറ്റ് ഹൗസിനേക്കാൾ, അമേരിക്കയുടെ പാർലമെന്റ് മന്ദിരത്തെക്കാൾ വലിയ പരിഷ്കൃത ഭവനം ഏതാണുള്ളത്? ലോക ചരിത്രത്തിൽ, അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കൻ പാർലമെന്റിൽ ഹിജാബ് ധരിച്ചുകൊണ്ടൊരു പെൺകുട്ടിക്ക് പാർലമെന്റ് മെമ്പറാവാൻ കഴിഞ്ഞെങ്കിൽ ലോക ചരിത്രത്തിലേക്ക് ഇസ്ലാം കുതിക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ പ്രവചനങ്ങളിലൂടെ എങ്ങനെയാണ് ഇസ്ലാമിനെ തള്ളിക്കളയുക? ലക്ഷക്കണക്കിന് ആളുകൾ അക്ഷരമെഴുതാനറിയാത്ത നാടാണ് നമ്മുടെ കേരളം. നിങ്ങൾക്കറിയുമോ, കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അക്ഷരമെഴുതാനറിയാതിരിക്കുമ്പോ കേരള ഗവൺമെന്റ് ഇവിടെ അക്ഷരം കൂട്ടി എഴുതാൻ വേണ്ടി ഒരു സാഹചര്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള സാക്ഷരതാ മിഷൻ. ആ സാക്ഷരതാ മിഷന്റെ സാക്ഷരതാ പരീക്ഷകൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 42,343 ആളുകളാണ് പരീക്ഷ എഴുതിയത്. ആ പരീക്ഷയിൽ അക്ഷരാഭ്യാസമില്ലാത്ത, മലയാള അക്ഷരം കൂട്ടിച്ചേർത്തി എഴുതാനറിയാത്ത ആളുകൾക്ക് അക്ഷരം പഠിപ്പിക്കാൻ കേരള സാക്ഷരതാ മിഷൻ നടത്തിയ കഴിഞ്ഞ ആഴ്ചയുടെ പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയ കുട്ടിയാരെന്നറിയോ? ആ കുട്ടി ചേർത്തലക്കടുത്തുള്ള കാത്യായനിയമ്മ. ആ കുട്ടിയുടെ വയസ്സ് എത്രയെന്നറിയോ? ആ കുട്ടിയുടെ വയസ്സ് ഏതാണ്ട് 78 വയസ്സാ. 78ാമത്തെ വയസ്സിൽ സാക്ഷരതാ മിഷനിൽ പങ്കെടുത്തിട്ട് 79% മാർക്ക് നേടിയ കാത്യാനി അമ്മയെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ വാഹനത്തിൽ കയറ്റി 1ാം സമ്മാനം വാങ്ങിക്കാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കേരള മുഖ്യമന്ത്രി നേരിട്ട് സമ്മാനം കൊടുക്കുമ്പോ, ഈ കേരളത്തിന്റെ ലക്ഷക്കണക്കിന് അക്ഷരാഭ്യാസമറിയാത്ത ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കേരള സാക്ഷരതാ മിഷൻ പരീക്ഷ ഇടുകയും ആ സാക്ഷരതാ മിഷന് സമ്മാനം നേടിയവരെ പ്രോത്സാഹിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സമ്മാനം കൊടുക്കുകയും ചെയ്യുമ്പോ ഞാൻ ഓർക്കുകയാണ്, 4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറേബ്യൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബദർ രണാങ്കണത്തിലെ തടവുകാരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് മുമ്പിൽ നിർത്തിയപ്പോ, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒന്നുകിൽ 2000 ദിർഹം കൊടുക്കണം. അന്ന് മക്കക്കാരെ അക്ഷരാഭ്യാസമുള്ളവരാ, അല്ല ഒന്നുകിൽ 2000 ദിർഹം തരിക. 2000 ദിർഹം തരാത്തവന് ഈ മദീനക്കാരെ അക്ഷരാഭ്യാസമില്ലാത്തവരാണ്, അവർക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ലോകത്തോട് പറഞ്ഞ സാക്ഷരതാ മിഷനേക്കാളേറെ യുദ്ധത്തടവുകാരനെ വിട്ടുകഴിയുമ്പോ ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണെന്ന് പറഞ്ഞ് ബദർ പറഞ്ഞു, ഉഹദ് പറഞ്ഞു, ഖന്തക്ക് പറഞ്ഞു, ഖൈബർ പറഞ്ഞു, ഇസ്ലാമിനെതിരെ നുണപ്രചരണങ്ങൾ നടക്കുന്ന സിയോണിസ്റ്റ് കൊളോണിയലിസ്റ്റ് ശക്തികളുടെ ലോകത്തിന് മുമ്പിൽ പറയുകയാ. ഈ കേരളത്തിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മലയാള അക്ഷരം കൂട്ടിച്ചേർക്കാനറിയാതെ അവർക്ക് പരീക്ഷ നടക്കുമ്പോ 14 നൂറ്റാണ്ട് മുമ്പ് മക്കക്കാരോട് വിട്ടയക്കണമെങ്കിൽ അക്ഷരം പഠിപ്പിക്കണമെന്ന് ലോകത്തോട് ഉപാധി വെച്ച എന്റെ പ്രിയപ്പെട്ട ഹബീബേ, എന്റെ പ്രിയപ്പെട്ട റസൂലേ,
അങ്ങേക്ക് സലാം, അങ്ങേക്ക് സലാം, അങ്ങേക്ക് സലാം. അങ്ങനെയാണ് ലോക ചരിത്രത്തിൽ മറക്കപ്പെടുക. ഇത്രയേറെ വിപ്ലവാത്മകമായ 1400 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ലോകത്തോട് വായിക്കുക എന്ന പ്രമേയവുമായി വന്ന ഖുർആൻ കയ്യിൽ പിടിച്ചു വന്ന മുത്ത് അങ്ങനെയാണ് ലോക ചരിത്രത്തിൽ വിസ്മയിക്കപ്പെടുക. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാറില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ? ഇന്നത്തെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന് അവസരക്കും വിമർശനക്കും ഇടലും നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്സാഹം കണ്ടിട്ട് വിനീതൻ അടിവരയിടുകയാ. ലോക ചരിത്രത്തിൽ അങ്ങ് മറക്കപ്പെടുമോ നബിയേ? അങ്ങ് ചരിത്രത്തിൽ മറയുമോ നബിയേ? അങ്ങയുടെ വാക്കുകൾ അപ്രസക്തമാകുമോ നബിയേ? യൂറോപ്പിന്റെ ലബോറട്ടറിയിലെ അങ്ങയുടെ പ്രവചനങ്ങള് ശാസ്ത്ര ഗവേഷകന്മാര് നിരീക്ഷണവും പര്യവേക്ഷണവും മനനവും ഗമനവും നടത്തുമ്പോ അങ്ങ് ലോക ചരിത്രത്തിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കാ മണൽത്തര് ആമലയുടെ ഗർഭാശയത്തിൽ ജനിച്ച ഒരു പ്രിയപ്പെട്ട തങ്ങളുടെ നേതാവിനെ കാണാ ലോക ചരിത്രത്തിൽ അങ്ങയുടെ സാന്നിധ്യം വന്നപ്പോ തന്നെ ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിൽ നിന്ന് തിരുപ്പിറവി വന്നപ്പോ തന്നെ കൈബാലയത്തിന്റെ വിഗ്രഹങ്ങൾ മുഴുവനും മൂക്കുകുത്തി താഴോട്ട് വീണാ തനക്കസ്തമക്കിലൂബൻ ഫമാദാക കുല്ലനാ ومن حسننا قدر رتلير بسحبي വിഗ്രഹങ്ങളെ പോലെ തലകുത്തി വീടിച്ച ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രബുദ്ധമായ ഭാഗതയത്വം നേടിയ ഖദീജയുടെ ഭർത്താവായി, ഫാത്തിമയുടെ പിതാവായി, ആയിഷയുടെ പ്രിയപ്പെട്ട ഭർത്താവായി, അങ്ങ് വേണ്ട ഹസൻ ഹുസൈന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പയായി, ഉമറിന്റെ നേതാവായി, സിദ്ദീഖിന്റെ കൂട്ടുകാരനായി, ഉസ്മാനിന്റെ വഴികാട്ടിയായി, ഉമറിന്റെ പരിവർത്തനത്തിന്റെ നേതാവായി, ഖാലിദിന്റെ ഏറ്റവും വലിയ അഭിനിവേശമായി, ഇക്രിമയുടെ പ്രകാശമായി, അബൂജഹലിന് താക്കീടായി, അബൂലഹബിന് മുന്നറിയിപ്പായി, ആയിഷയുടെ ചാരത്ത് സ്നേഹമായി, ഉമ്മ ഐമനോട് ലോകത്തിന്റെ സുവിശേഷ ഭർത്താവായി, ലോകത്തിന്റെ നേതാവ് അങ്ങീ ലോകത്ത് ജ്വലിച്ചു നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, ഇത് ഗൂഗിളിന്റെ കാലം. ഇത് ഏതെങ്കിലും ഒരു ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്താൽ ലോകത്തിന്റെ വിവരങ്ങൾ കൈത്തുമ്പിലെത്തുന്ന ലോകം. നഖത്തിന്റെ നാലിലൊന്നും വലിപ്പമില്ലാത്തൊരു ചിപ്പിന്റെ ഉള്ളിൽ പ്രപഞ്ച രഹസ്യങ്ങളെ ചേർത്ത് വെക്കുന്ന കാലം. സഹോദരാ സഹോദരി, നിന്റെ ഗൂഗിളിൽ പോയിട്ട് നീ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്ക്. ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തി ആരാണെന്ന് ഗൂഗിളിനോട് ചോദിക്ക്. ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തി ആരാ? ഇത് ഹൈസ്കൂളിലെ ക്വിസ് പ്രോഗ്രാമിലല്ല, ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തി ആരാണെന്ന് ക്ലിക്ക് ചെയ്താൽ ഗൂഗിളിന്റെ വരികളിൽ തെളിഞ്ഞു വരുന്നത് മറ്റാരുമല്ല. അത് ബെർണാഡ്ഷയല്ല, അത് കാറൽ മാർക്സ് അല്ല, അത് ഏംഗൽസ് അല്ല, അത് മുസോളിനി അല്ല, അത് സോക്രട്ടീസ് അല്ല, അത് അലക്സാണ്ടർ അല്ല, അത് നെപ്പോളിയൻ അല്ല. അത് ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിപ്പിച്ച എന്റെ ഹൃദയത്തിന്റെ രോമാന്റെ കൊട്ടകയുടെ ഉള്ളിൽ കനകത്തിന്റെ രൂപത്തിൽ പ്രഫുല്ലമായ ചാന്ദ്രിക പദവയോടെ നിർഗളിച്ചു നിന്ന ഹബീബായ നബിതങ്ങളും മദീനയിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചന്ദ്രന്റെ വെളിച്ചത്തിൽ നടന്നു പോകുമ്പോ തലമുടിയിൽ അങ്ങായി വെളുത്ത നരച്ച രോമങ്ങൾ കാണാറുണ്ട്. ഇനി അല്ലാഹുവിന്റെ റസൂൽ തലയിൽ എണ്ണ തേച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ ആ എണ്ണ തേച്ച മുടിയിൽ കറുപ്പല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല എന്ന് സാബാത്ത് പ്രവാചക അനുരാഗത്തിന്റെ വായ്മൊഴികളിൽ എഴുതി വെച്ച പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന അക്ഷരം ഗൂഗിളിൽ തെളിഞ്ഞു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, അല്ലാഹുവിന്റെ തിരുദൂതരെ, നൂറ്റാണ്ട് പലതും കടിഞ്ഞുപോയി നബിയെ. ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തിത്വമായ അങ്ങയുടെ ചാരത്വം നണയാൻ കഴിഞ്ഞില്ലല്ലോ. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.